ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ അതിൻ്റെ ഫലം കാത്തിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഷിറാസ് ബോയ്സ് അക്കാദമിയിലെ മുഹമ്മദ് ഫാദി നമ്മോടൊപ്പം ചേർന്നു. ഹായ്. ഹലോ. നമ്മൾ ഇപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞ് +2 ക്ലാസ് തുടങ്ങി. പഠനമൊക്കെ എങ്ങനെ പോകുന്നു? പഠനം നന്നായി പോകുന്നുണ്ട്. ഇപ്പോൾ ഷിറാസിൽ പ്രൊവൈഡ് ചെയ്യുന്ന അത്യാവശ്യം നല്ല ക്ലാസ്സുകളാണ്. ഇപ്പോൾ നമ്മൾ 2 പാഠം 1 പാഠം ഇപ്പോൾ തന്നെ കഴിഞ്ഞു. അതുകൊണ്ട് അതിൻ്റെ ഒപ്പം ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വലിയൊരു ആശങ്കയുണ്ട് മാർക്കിനെ കുറിച്ച്. SLC പരീക്ഷയിൽ ഫുൾ A+ കിട്ടിയ ആളുകളും ഹയർ സെക്കൻഡറിയിൽ എത്തുമ്പോൾ അവർക്ക് വലിയൊരു ആശങ്കയാണ്. എനിക്ക് ഡബിൾ പാസ് കിട്ടുമോ അല്ലെങ്കിൽ A+ കിട്ടുമെന്നുള്ള വലിയൊരു ആശങ്ക. ഈ ആശങ്കയുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് എനിക്കും പലർക്കും ഉള്ളൊരു ആശങ്കയാണത്. അത് ഒന്നുള്ള കാരണം SCRTയിൽ നിന്നും NCRTയിലേക്ക് മാറുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ്. 10ാം ക്ലാസ് വരെ SCRT എന്ന സ്റ്റേറ്റ് സിലബസ് തുടർന്ന വിദ്യാർത്ഥികൾ നാഷണൽ സിലബസ് അല്ലെങ്കിൽ NCRTയിലേക്ക് മാറുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് അവിടെ നിലനിൽക്കുന്നത്. 10ാം ക്ലാസ് വരെ CBSE വിദ്യാർത്ഥികൾ അവർ NCRT തന്നെയാണ് തുടരുന്നത്. അവർക്ക് ചിലപ്പോൾ ഇതൊരു ഇളവായി മാറിയേക്കാം. അങ്ങനെ ഇവിടെ NCRT ഫിസിക്സ് എന്ന ബുക്കിൽ 2ാം ചാപ്റ്റർ അല്ലെങ്കിൽ 3ാം ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ 4 ചാപ്റ്ററുകൾ അല്ലെങ്കിൽ 5 ചാപ്റ്ററുകൾക്ക് തുല്യമാണ്. അതൊരു വിശാലമായൊരു സിലബസാണ് +1 NCRT +2 NCRT എന്ന് പറയുന്നത്. 10ാം ക്ലാസ് കുറച്ച് ഡെഫിനിഷൻസ് അങ്ങനെ മനപ്പാടാക്കാനുള്ളത് 10ാം ക്ലാസ് സിലബസ് ഉള്ളൂ. എന്നാൽ +1 അങ്ങനെ മനപ്പാടാക്കാൻ കഴിയില്ല. അത്രയ്ക്ക് വാസ്റ്റ് സിലബസാണ് അവിടെ നിലനിൽക്കുന്നത്. ഇതിന് പുറമെ നമുക്ക് ഡെറിവേഷൻസ്, MCQ ക്വസ്റ്റ്യൻസ്, അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ SCRT നിന്നും NCRTയിലേക്ക് മാറുന്ന ഒരു ടഫ്നെസ്സാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ +1 എക്സാം നിങ്ങളിപ്പോൾ SCRTയിൽ നിന്ന് NCRTയിലേക്ക് മാറിയ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ +1 ഫസ്റ്റ് നാഷണൽ എക്സാമാണ് നിങ്ങളുടെ ലൈഫ് ഉണ്ടാവുക. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അത്രയ്ക്ക് ടഫും അല്ല, അത്രയ്ക്ക് സിമ്പിളും അല്ല, ഒരു നോർമൽ. അതായത് SCRTയിൽ നിന്ന് NCRTയിൽ മാറിയ ഒരു പ്രയാസം നിങ്ങളും അനുഭവപ്പെട്ടു എന്നർത്ഥം. പിന്നെ നമുക്ക് കെമിസ്ട്രി ടഫാകുമെന്ന് കരുതി, പക്ഷെ എല്ലാവർക്കും അത്യാവശ്യം ഈസി ആയിരുന്നു. ഫിസിക്സ് ഒരു നോർമൽ ലെവലായിരുന്നു എക്സാം. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ് എനിക്ക് ടഫായത്. കമ്പ്യൂട്ടർ സയൻസ് ഇതുവരെ ചോദിക്കാത്ത പല ചോദ്യങ്ങളും ഇപ്രാവശ്യം ചോദിച്ചു. 5-8 ചോദ്യങ്ങൾ ഇപ്രാവശ്യം ചോദിച്ചു. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ. നമ്മൾ ഈ 10ാം ക്ലാസ് മുതൽ വലിയൊരു കീറാമുട്ടിയായിട്ട് പറയുന്ന വിഷയമാണ് മാത്സ്. അത് എങ്ങനെ ലഘൂകരിക്കാം എന്നതിന് വലിയൊരു ഇപ്പോൾ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എങ്ങനെ അത് ലഘൂകരിക്കാൻ പറ്റുമെന്നുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കുവെക്കാൻ പറ്റുമോ? നമുക്ക് ഇവിടെ പൊതുവായി നടക്കുന്നൊരു തെറ്റാണ് സാധാരണ കുട്ടികളിൽ, ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിന്ന് മാറി നിൽക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾ ചെയ്യുന്നൊരു തെറ്റാണ്. സാറുമാർ എടുത്തു തരുന്ന നോട്ട് അത് അച്ചടി പഠിക്കുന്നതാണ് ആ തെറ്റ്. നമുക്ക് NCRT എന്നുള്ള ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ എക്സാമ്പിൾസ്, എക്സസൈസസ്, മിസ്സലേനിയസ് എക്സാമ്പിൾസ്, മിസ്സലേനിയസ് ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ 4 തരത്തിലുള്ള ആക്ടിവിറ്റീസ് നൽകുന്നുണ്ട്. അങ്ങനെ നമ്മൾ വരിക്ക് പഠിക്കണം. എക്സാമ്പിൾസിൽ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾ പഠിച്ച് ഇതിനോട് അനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് എക്സസൈസസിലുണ്ടാവും. എക്സസൈസും ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ തന്നെയാണ് നമുക്ക് നോട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ചും കൂടി ചോദ്യങ്ങൾ നമുക്ക് ബുക്കിൽ കിട്ടും. ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു ഹയർ ക്വസ്റ്റ്യൻസിലേക്ക് അപ്ഗ്രേഡ് ആവും. പിന്നെയാണ് മിസ്സലേനിയസ് എക്സസൈസ് വരുന്നത്. അത് ഒന്നും കൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മിസ്സലേനിയസ് എക്സസൈസ് ചെയ്യാം. ഇതും ചെയ്തു കഴിഞ്ഞാൽ +1 എക്സാമിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനും നമുക്കങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത് ചെയ്യുന്ന തെറ്റെന്ന് പറയുന്നത് നോട്ട് അച്ചടി പഠിക്കുന്നതാണ്. അതായത് ഒരു +1 മാത്സ് പഠിക്കുന്ന വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അധ്യാപകർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിൻ്റെ അപ്പുറത്ത് പുസ്തകത്തിൽ ഒരുപാട് എക്സസൈസുകളുണ്ട്, പല രീതിയിലുള്ള എക്സസൈസ്. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു പഠന മേഖലയും അതിന് കൂടുതൽ സമയം ചെലവഴിച്ച് എക്സ്ട്രാ ടൈമുകൾ പഠനത്തിന് ചെലവഴിക്കാണ്ട് മാത്സ് അല്ല ഏത് വിഷയമാണെങ്കിലും അങ്ങനെ സിമ്പിളാണ്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. PDF ആയതുകൊണ്ട് HSS Live എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പ്രീവിയസ് ഇയർ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയതുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഒന്ന് ചെയ്തിട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാറ്റി നിർത്താം.
അത് ചെയ്താൽ ഇനി ഇതുവരെ വന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പ്രാക്ടീസായി. ഇതേ ക്വസ്റ്റ്യൻസാണ് വീണ്ടും +1 റിപ്പീറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വേഗം ക്വസ്റ്റ്യനോട് ഉത്തരം ചെയ്യാൻ പറ്റും. ഈ HSL ലൈവിനെ കുറിച്ച് പറയുമ്പോൾ SLC ഒരു പെയ്ഡ് ആപ്ലിക്കേഷൻ അല്ല. നമുക്ക് അതിൽ എല്ലാ കാര്യങ്ങളും ഏത് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലെ എല്ലാ 2010 മുതലുള്ള ഓൾഡ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതൊരു വലിയൊരു മുതൽക്കൂട്ടായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. കൊല്ലം സ്കൂളിലെ ജിൻഡോ ജോൺ എന്നൊരു അധ്യാപകനാണ് അതിൻ്റെ നിർമ്മാതാവ്. അദ്ദേഹം വലിയൊരു സംഭാവനയാണ് വളരെ ഫ്രീ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും ഈ HS ലൈവ് എന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാവുമെന്ന് ഇതിലൂടെ കൂട്ടിച്ചേർക്കുകയാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ പുതിയ ഗവൺമെൻറ് വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് കഴിഞ്ഞ വർഷം നമ്മൾ +1 ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടന്ന് +2 പരീക്ഷയുടെ ഇടയിലായിരുന്നു. പുതിയ ഗവൺമെൻറ് അത് മാറ്റിയിട്ടുണ്ട്. അത് ഒക്ടോബറിലേക്ക് മാറ്റി +1 ഇമ്പ്രൂവ്മെൻറ്റ്. ഈ മാറ്റത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതെന്ന് പറയുമ്പോൾ +2 വിദ്യാർത്ഥി എൻ്റെ സീനിയേഴ്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു എക്സാം ആയിരുന്നു. പലരും ചിലപ്പോൾ ഫെയിലായൊരു എക്സാം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്ന് കരുതി എഴുതുന്ന ഒരു എക്സാം അവരുടെ +2 എക്സാമിൻ്റെ കൂടെ തന്നെ വന്നപ്പോൾ അത് വളരെ 2 പരീക്ഷയും ബാധിച്ചു. അത് ഇതിന് ഇളവായി ഇപ്പോൾ പുതിയ ഗവൺമെൻറ് ഒക്ടോബറിലേക്ക് ആ പരീക്ഷ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്കും നമ്മൾ +2 സിലബസ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് അത് പഠിച്ചു തുടങ്ങുന്ന ഒരു പീരീഡാണ്. അപ്പോഴേക്കും നമ്മൾ +1 സിലബസ് ഫുള്ളായും എക്സാം എഴുതി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആവുന്നെത്തും. വിദ്യാർത്ഥികളെ വളരെ എളുപ്പമുള്ളൊരു തീരുമാനമാണ് പുതിയ ഗവൺമെൻറ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രിക്ക് എല്ലാവിധ ആശംസകളും ഇതിലൂടെ നേരാണ് പുതിയൊരു വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനത്തിൽ എടുത്തതിൽ. ഇനി നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് പറയാം. നിങ്ങളിപ്പോൾ ഷിറാസിൽ വന്നിട്ട് ഏകദേശം 1 മാസം ആവുന്നു. എന്താണ് ഷിറാസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? ഷിറാസ് എന്ന് പറയുന്നത് നമുക്ക് പഠനത്തോടൊപ്പം ഭൗതികവും തരുന്നൊരു സ്ഥാപനമാണ്. ഇവിടെ പഠനം മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ഒരു കുട്ടി 5 വക്ത് നിസ്കരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. അതിനോടൊപ്പം ഖുർആൻ ഓതുന്നുണ്ടോ, അവൻ്റെ സ്വഭാവം, ഡിസിപ്ലിൻ, അതിനൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നൊരു സ്കൂളാണിത്. പല സ്കൂളുകളും നമുക്ക് പഠനം മാത്രം ഇവിടെ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ ഷിറാസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പഠനം മാത്രമല്ല ഒരു കുട്ടിയെ എങ്ങനെ മെച്ചപ്പെടുത്താം, അവൻ്റെ ഭൗതികവും മതപരവുമായ എല്ലാ കാര്യങ്ങളും എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് പഠിപ്പിച്ചിരുന്നു. അതിനൊപ്പം നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ, നല്ല കഴിവുകളുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുവരാനും സാധിക്കുന്നു. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഫാദിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരുപാട് ഇൻസൈറ്റായ കാര്യങ്ങൾ നമ്മോട് സംസാരിച്ചു. എന്തുകൊണ്ടാണ് നമുക്ക് ഹയർ സെക്കൻഡറി എക്സാം അല്ലെങ്കിൽ സബ്ജക്റ്റുകൾ പ്രയാസകരമാകുന്നതിൻ്റെ കാരണം കണ്ടെത്തി അദ്ദേഹം അതിനൊരു പോംവഴിയും പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ തന്നെ വലിയൊരു കീറാമുട്ടിയായിരുന്നു മാത്സ് എന്നുള്ളത്. അപ്പോൾ അതിനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോംവഴികളുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും പുതിയ തലമുറയിൽപ്പെട്ട ഫാദിയെ പോലുള്ള വിദ്യാർത്ഥികൾ പുതിയ ഓരോ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മൾ ഇന്നത്തെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ റിസൾട്ട് കാത്തിരിക്കുന്ന +1 പരീക്ഷാ ഫലം കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും വിജയാശംസകൾ നേരിട്ടുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.